നിർമ്മാണം പൂർത്തിയായ വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾ ഇന്ന് തുറക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. കൊച്ചി നഗരത്തിലെയും ദേശീയപാതയിൽ സിഗ്നൽ ജംഗ്ഷനുകളിലെയും ഗതാഗതക്കുരുക്കിന് പരിഹാരമാണ് ഈ മേൽപ്പാലങ്ങൾ. കൊച്ചി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയുടെ ഭാഗമായാണ് വൈറ്റിലയിലും കുണ്ടന്നൂരിലും മേൽപ്പാലങ്ങൾ വിഭാവനം ചെയ്യപ്പെട്ടത്. എസ്റ്റിമേറ്റ് തുകയേക്കാൾ കുറഞ്ഞ തുകയ്ക്കാണ് നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചത്. പദ്ധതി രേഖ പ്രകാരം 85,90,00,000 രൂപയുടെ സാങ്കേതിക അനുമതി 2017 ഓഗസ്റ്റ് 31 നൽകി. 2017 നവംബറിലാണ് 78.36 കോടി രൂപയുടെ നിർമ്മാണ ചെലവിൽ നിർമ്മാണ കരാർ ഏൽപ്പിക്കുന്നത്. 2017 ഡിസംബർ 11 നിർമ്മാണോദ്ഘാടനം. 440 മീറ്റർ നീളമാണ് വൈറ്റില പാലത്തിനുള്ളത്. ആലപ്പുഴ ഭാഗത്തെ അപ്രോച്ച് റോഡിന് 150 മീറ്ററും ആലുവ ഭാഗത്തെ അപ്രോച്ച് റോഡിന് 120 മീറ്ററും നീളമുണ്ട്. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ മേൽപ്പാലത്തിന്റെ ആകെ നീളം 720 മീറ്ററാണ്. 30 മീറ്റർ നീളമുള്ള 12 സ്പാനുകളും 40 മീറ്റർ നീളമുള്ള 2 സ്പാനുകളും പാലത്തിലുണ്ട്. ഫ്ലൈ ഓവറിന് മെട്രോ റെയിലുമായി 5.5 മീറ്റർ ഉയര വ്യത്യാസമുണ്ട്. ദേശീയപാത 66, 966B, 85 എന്നിവ സംഗമിക്കുന്ന കുണ്ടന്നൂർ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് 2018 മാർച്ച് 26 പദ്ധതിക്ക് 88.77 കോടി രൂപയുടെ ഭരണാനുമതിയും 82.74 കോടി രൂപയുടെ സാങ്കേതിക അനുമതിയുമായിരുന്നു ലഭിച്ചത്. 74.45 കോടി രൂപയ്ക്കാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. വിശദമായ പദ്ധതി രേഖ പ്രകാരം 6 വരിപ്പാതയ്ക്ക് അനുയോജ്യമായ രീതിയിൽ 24.1 മീറ്റർ വീതിയിലാണ് മേൽപ്പാലം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ 2 പാലങ്ങളും നിർമ്മാണം പൂർത്തിയായതോടെ കുണ്ടന്നൂരിലെയും വൈറ്റിലയിലെയും കാലങ്ങളായുള്ള ഗതാഗതക്കുരുക്കിന് വലിയ പരിഹാരമാകും. എന്നാൽ നിർമ്മാണം പൂർത്തിയായിട്ടും ഈ മേൽപ്പാലങ്ങൾ തുറന്നുകൊടുക്കാത്തതിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. ജനം, കൊച്ചി.